again, welcome back to Maths at 360 degree with Sonia. So, we will discuss the second sem mathematics in BSc mathematics core subject second sem in previous year question paper aanu adile thanne kazhinja thottu thale varshate 2023 question paper aanu nammal discuss cheyan povunnathu adile part A 1 mark inde question 5 questions undu adile 4 ennam attend cheyda madi so edokkiyana enganeyakana questions ennallathu namukku nokkam adile njan ipo ivide units ezhuthi vechittund adu nammal mark distribution ennu calculate cheyananu oro questions parayumba adu edu unit inaanu ennallathu nokkite nammade syllabus il parayuna kanakkine മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു 2-3 എണ്ണം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും വേരിയേഷൻ വന്നാലും എത്രത്തോളം വേരിയേഷൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരാം എന്നുള്ളത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന്. സോ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ 0 to π/2 ഇൻ്റഗ്രൽ 0 to π/2 cos raised to 7x dx. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഫോർമുല അറിയണം. ഇൻ്റഗ്രൽ 0 to π/2 cos raised to nx dxൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുല ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അവിടെ സൈൻ റേസ് ടു എൻ എക്സിൻ്റെ ഉണ്ട്, ഇതുപോലെ ടാൻ റേസ് ടു എൻ എക്സിൻ്റെ ഉണ്ട്. നിങ്ങളൊരു ഷോർട്ട് നോട്ട് എഴുതി അത് പഠിച്ചിരിക്കണം തീർച്ചയായിട്ടും. സോ എന്നെ ഓഡാണോ ഈവൻ ആണോ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഫോർമുല നോക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ n = 7 ആണ്. സോ ഓഡ് നമ്പർ ആണ്. സോ ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു 7 - 1/7 ഇൻറ്റു 7 - 3/7 - 2 ഇൻറ്റു 7 - 5/7 - 4 ഇവിടെ നിർത്തണം. കാരണം നിങ്ങൾ n ഓടാവുന്ന കേസിൽ എവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റോപ്പ് ആവുന്നത്? 2/3 വരുന്നിടത്ത്. സോ 2/3 വരുന്നിടത്ത് നിർത്തണം. 7 - 5 2 ആണ്, 7 - 4 3 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 6/7 ഇൻറ്റു 4/5 ഇൻറ്റു 2/3. സോ ഇതിൻ്റെ ആൻസർ 6 × 4 × 2 48. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. 48 ഡിവൈഡഡ് ബൈ 7 × 5 × 3 ദാറ്റ് ഈസ് 105. സോ ആൻസർ എത്രയാണ്? 48/105. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ ഏത് യൂണിറ്റിൽ നിന്നാണ്? ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ്. സോ അത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ പോളാർ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഇതാണ്: x - 2 ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. സോ ഈ കാർട്ടീഷ്യൻ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് പോളാർ ഇക്വേഷൻ നമ്മൾ എഴുതണം. സോ x ഈസ് ഈക്വൽ ടു എന്തൊക്കെ കൊടുക്കണം? x ഈസ് ഈക്വൽ ടു r cos θ, y ഈസ് ഈക്വൽ ടു r sin θ. ഈ രണ്ട് ഇക്വേഷൻ എഴുതാൻ നോക്കുക. ഈ രണ്ട് കോർഡിനേറ്റ്സ് ഈ എക്സിനും വൈക്കും പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ പോളാർ ഇക്വേഷൻ ആയി. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് r cos θ മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ന് പറയുന്ന r sin θ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് r സ്ക്വയർ sin സ്ക്വയർ θ is equal to 4. ഇനി ഇത് a - b ഹോൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് r സ്ക്വയർ cos സ്ക്വയർ θ മൈനസ് 4r cos θ പ്ലസ് 4 പ്ലസ് r സ്ക്വയർ sin സ്ക്വയർ θ ഈസ് ഈക്വൽ ടു 4. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4 ഉണ്ട്. ഈ 4നെ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ 4 - 4 0 ആയി. പിന്നെ അടുത്തത് ഏതാ? r സ്ക്വയർ cos സ്ക്വയർ θ പ്ലസ് r സ്ക്വയർ sin സ്ക്വയർ θ. അതിൻ്റെ അകത്ത് r സ്ക്വയറിനെ കോമൺ എടുക്കാം. r സ്ക്വയർ ഇൻറ്റു cos സ്ക്വയർ θ പ്ലസ് sin സ്ക്വയർ θ. പിന്നെ ബാക്കി എന്താ ഉള്ളത്? മൈനസ് 4r cos θ ഈസ് ഈക്വൽ ടു 0. ഇനി അടുത്തത് എന്താ? r cos സ്ക്വയർ θ പ്ലസ് sin സ്ക്വയർ θ എന്താണ്? 1 ആണ്. സോ r സ്ക്വയർ മൈനസ് 4r cos θ ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ആറിനെ കോമൺ എടുക്കാം. ഒരു ആറ് രണ്ട് ടേമിൽ ഒരു 6 വീതമുണ്ട് അല്ലേ? സോ r ഇൻറ്റു r മൈനസ് 4 cos θ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ആറിനെ നമുക്കിനി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? r മൈനസ് 4 cos θ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് r ഈസ് ഈക്വൽ ടു 4 cos θ. സോ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ പോളാർ ഇക്വേഷൻ, നമുക്ക് റിക്വയർഡ് പോളാർ ഇക്വേഷൻ. സോ ഇത് ഏത് പാഠത്തിൽ നിന്നുള്ളതാണ്? ഏത് യൂണിറ്റിൽ നിന്നുള്ളതാണ്? രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ രണ്ടാമത്തെ യൂണിറ്റിൽ 1 മാർക്ക് വന്നിട്ടുണ്ട്. സോ അടുത്തത് നമ്മൾ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ടോട്ടോളജി? ടോട്ടോളജി എന്ന് പറയുമ്പോൾ തന്നെ ലോജിക്കിലോട്ട് പോയി. ലോജിക് എന്ന് പറയുന്നത് നിങ്ങളുടെ 4ാമത്തെ യൂണിറ്റ് ആണ്. സോ 4ാമത്തെ യൂണിറ്റിൽ 1 മാർക്ക് വന്നിട്ടുണ്ട്. ടോട്ടോളജി ജസ്റ്റ് ഒരു ചെറിയ ഡെഫിനേഷൻ ആണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡെഫിനേഷൻസ് നിങ്ങളുടെ 4ാമത്തെ യൂണിറ്റിലുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. മീൻസ് എന്താണ് ടോട്ടോളജി, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് ഇംപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു ഡെഫിനേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. സോ നമുക്ക് ടോട്ടോളജി എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ ഓൾവേസ് ട്രൂ. സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും. സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ ഓൾവേസ് ട്രൂ is called
ടോട്ടോളജി. സോ നമ്മൾ ടോട്ടോളജി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ് 1 + 1 = 2. ഇത് എപ്പോഴെങ്കിലും തെറ്റുമോ? 1 + 1 = 2 എന്ന് പറയുന്നത് ഒരു സത്യമാണ്, ഒരിക്കലും ഒരു കള്ളമായില്ല. സോ ഇതെന്താണ്? ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ഓൾവേസ് ട്രൂ. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ടോട്ടോളജി. ഇവിടെ എക്സാമ്പിൾ ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും ഡെഫിനേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടെ ഒരു എക്സാമ്പിളും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ നെഗേഷൻ. ഡബിൾ നെഗേഷൻ്റെ പ്രിൻസിപ്പിൾ അത് നിങ്ങൾ മിക്കവരും വിട്ടുകളയുന്ന ഒരു സാധനമാണ്, എങ്കിൽ പോലും ഇനിയും നിങ്ങൾ ഓർക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ നെഗേഷൻ എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പിയുടെ നെഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് പി ആണ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ നെഗേഷൻ എഴുതണം. അപ്പം പി ഈസ് ഈക്വലൻ ടു നോട്ട് ഓഫ് നോട്ട് പി. ഡബിൾ നെഗേഷൻ വന്നില്ലേ? നോക്കി, എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ നെഗേഷൻ. അപ്പോൾ എങ്ങനെ എഴുതണം? ലെറ്റ് പി ബി എ സ്റ്റേറ്റ്മെന്റ്, then p is equivalent to not of not to p. This is called the principle of double negation. So അത് ഏത് യൂണിറ്റ് ആണ്? 4ാമത്തെ യൂണിറ്റ് ആണ്. സോ 4ാമത്തെ യൂണിറ്റിൽ 2 മാർക്കായി. സോ നമ്മുടെ പാർട്ട് എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ കോൺട്രാപോസിറ്റീവ് ഓഫ് ദി ഇംപ്ലിക്കേഷൻ. ഇഫ് ഐ ആം ഇൻ ചിക്കാഗോ ദെൻ ഐ ആം ഇൻ ഇലിനോസ്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാപോസിറ്റീവ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇഫ് ദെൻ കണ്ടീഷൻ്റെ കോൺട്രാപോസിറ്റീവ് എങ്ങനെയാണ്? P implies Q, അതാണ് if then. അപ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് Q implies നോട്ട് P. if നോട്ട് Q then നോട്ട് P. അപ്പോൾ ഇവിടെ P എന്താണ് Q എന്താണ് എന്ന് അറിയണം. P എന്ന് പറയുന്നത് എന്താണ്? ഐ ആം ഇൻ ചിക്കാഗോ. Q എന്ന് പറയുന്നത് എന്താണ്? ഐ ആം ഇൻ ഇലിനിയോസ്. സോ നോട്ട് Q എന്ത് വരും? ഐ ആം നോട്ട് ഇൻ ഇലിനിയോസ്. നോട്ട് P എന്ത് വരും? ഐ ആം നോട്ട് ഇൻ ചിക്കാഗോ. നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാൽ അതിൻ്റെ കൂടെ ഒന്ന് നോട്ട് അങ്ങ് ചേർത്താൽ മതി, നെഗേഷനായി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ്? ഇഫ് ഐ ആം നോട്ട് ഇൻ ഇലിനിയോസ് ദെൻ ഐ ആം നോട്ട് ഇൻ ചിക്കാഗോ. സോ 5ാമത്തെ ക്വസ്റ്റ്യനായി കോൺട്രാപോസിറ്റീവ്, അതും ഏത് യൂണിറ്റിൽ നിന്നാണ്? 4ാമത്തെ യൂണിറ്റിൽ നിന്നാണ്. സോ പാർട്ട് എ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ എവിടെയാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്? 4ാമത്തെ യൂണിറ്റിലാണ്. നമ്മൾ സിലബസ് ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു കോർ സബ്ജക്റ്റിൻ്റെ മാത്തമാറ്റിക്സിൽ 4ാമത്തെ യൂണിറ്റിലാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. സോ നിങ്ങൾ കോൺട്രാപോസിറ്റീവ് പഠിക്കുമ്പോൾ കോൺവേഴ്സ് പഠിക്കുക, ടോട്ടോളജി പഠിക്കുമ്പോൾ വേറെ കുഞ്ഞു ഡെഫിനേഷൻസ് ഉള്ള പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പോവുക. നിങ്ങളുടെ ഈ ഒരു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഡിഗ്രിയുടെ നോട്ട് എടുത്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കവർ ചെയ്യാനായിട്ട് പറ്റും. മീൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ കോസ് റേസ് ടു 7x dxന്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പം അതിൻ്റെ സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ടിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കുക. അപ്പം അങ്ങനെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കവർ ചെയ്യുക. നന്നായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. ആദ്യമായിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.